ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആറ്റിങ്ങൽ മാമത്തെ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും നേരെ പോകുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിൻ്റെ തലേ ദിവസം വന്ന സമയത്താണ് ഒരു DJ കാര്യം നമ്മൾ കേട്ടത്. അപ്പോൾ DJ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ആറ്റിങ്ങൽ മാമം മൈതാനത്ത്. അങ്ങനെ എൻട്രി കഴിഞ്ഞ് നേരെ പോകുന്ന ഒരു ഗാർഡനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു കടമ്പ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ ഈ ഒരു ഗാർഡനിങ് വളരെ മനോഹരമായിരുന്നു. പുതിയ പുതിയ ചെടികൾ വേണമെന്നുള്ളവർക്ക് അത് വാങ്ങിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നടുക്കായിട്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ലൈറ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവുമായിരുന്നു. ഒരുപാട് കുട്ടികൾ സ്വിമ്മിംഗ് പൂളെന്ന് കരുതി അതിനകത്ത് ചാടാനായിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് ലവ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും. അങ്ങനെ എല്ലാ വഴികളിലൂടെയും കടന്ന് ഏകദേശം ബാലരമേല വഴികാട്ടി സംഭവം കണക്കായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. ഇനി അവിടെ ഫുൾ ഇരുട്ടും ലൈറ്റിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് കണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ സൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സംഭവങ്ങളായിരുന്നു. വലിയ പേടിയും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അത് ഇങ്ങനെ അനങ്ങുന്നുണ്ട്, ഓരോ ജീവിജാലങ്ങൾ, അതിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ സൂ. ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൂടെ കളിയാക്കാൻ പറ്റിയ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആണെങ്കിൽ അവരുടെ കുടുംബക്കാരെയോ അവർ തന്നെയോ ഒക്കെ നമുക്ക് ഇങ്ങനെ കളിയാക്കി കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡും ഞാനും ആയതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയില്ലെങ്കിലും ശരിക്കും ചില കുട്ടികളൊക്കെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് അനങ്ങുമ്പോൾ ഇനി അകത്തോട്ട് കയറി വരുമോ അങ്ങനെയൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. ചില കുട്ടികൾക്ക് പേടിയേ ഇല്ലാതെ ആ ആനക്കൊമ്പിലൊക്കെ കയറി പിടിക്കാനും അങ്ങനെ അതിനൊക്കെ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിവേ നമ്മൾ ഈ ഒരു കാഴ്ചകളെല്ലാം കഴിഞ്ഞ ശേഷം നേരെ പുറത്തിറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ആർട്ടിഫിഷ്യൽ സൂ കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ പുറത്തിറങ്ങുകയാണ് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ. അപ്പോൾ ആ സെക്ഷനിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒരു പോപ്കോൺ കട, ചെറിയൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓർഡർ ചെയ്തത് ഈ കാണുന്ന ബോംബെ പൂടയാണ്. എനിക്ക് അത് ബോംബെ പൂടയാണ്. എല്ലാവർക്കും ചിലർ കോട്ടൺ ക്യാൻറ്റീൻ എന്നൊക്കെ പറയും. എനിക്ക് ബോംബെ പൂട. അങ്ങനെ അത് ഇന്ന് കറക്കുകയാണ്. ആ കറക്കി നേരെ അത് എൻ്റെ കയ്യിലേക്ക് തന്നു. ശരിക്കും ഒരു ഗത പിടിച്ചു നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഷ്ടപ്പെട്ട് ഞാൻ കഴിച്ചു തീർക്കുകയാണ്. കഷ്ടപ്പാടുകളെ. അപ്പോഴാണ് നമ്മൾ കൊല്ലം ആ ഒരു മൈതാനത്ത് പോയപ്പോഴുള്ള അതേ കാഴ്ചയാണ് ഇവിടെയും കണ്ടത്. ഇങ്ങനെ കിളികളൊക്കെ പാറി പറക്കുന്നു. അവർക്ക് നല്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ പ്രദർശനമാണെങ്കിൽ പോലും അവരെങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവർക്ക് എവിടെ വേണമെങ്കിലും പറന്നു പോകാം. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതായത് ഇവരൊരു കണ്ണാടിക്കൂട്ടിലൊന്നുമല്ല വെച്ചിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ പാമ്പ്, അതുപോലെ തത്തമ്മ, അതൊക്കെ ഉണ്ട്. അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. ഈ സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. ഒരുപാട് പേര് സൂം ചെയ്തൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മളും എടുത്തതാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് കടകൾ, കമ്പോളങ്ങൾ, അതിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ്. അവിടെ ആദ്യം ഈ വിത്തും കൈക്കോട്ടും അങ്ങനെ വിത്തുകളൊക്കെ ആയിരുന്നു. അതൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാഗിൻ്റെ സെക്ഷൻ, അച്ചാറുകളുടെ സെക്ഷൻ, അതുപോലെ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള ഓരോ സെക്ഷനുകളും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഒടുവിൽ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് നിന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് ഐറ്റം ഒക്കെ വാങ്ങിച്ച ശേഷം ഒരു കുതിരേനെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക്. അതായത് ഇങ്ങനെ പാർക്ക് ഏരിയ പോലെയുള്ളൊരു സ്ഥലം. അതിൻ്റെ ഇടയിൽ ഞാൻ പാനിപൂരി, ഭേൽപൂരി സാധനങ്ങളൊക്കെ വാങ്ങി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഈ ഒരു സ്ഥലത്തും തിരഞ്ഞുകൊണ്ടിരുന്നത് ഇതൊന്നുമല്ല. എവിടെ നമ്മുടെ DJ? അവിടെയൊന്നും വേറെ സ്റ്റേജും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ DJ നമ്മൾ പറഞ്ഞു പറ്റിച്ചതായിരുന്നു. എങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ തിരഞ്ഞ് ഒടുവിൽ നമ്മൾ ആ സ്റ്റേജിനെ കണ്ടുപിടിച്ചു. അതാ നമ്മുടെ കഥാനായിക എത്തിയിരിക്കുകയാണ്. വാട്ടർ ഡ്രം DJ. സ്റ്റേജ് കയറേണ്ടതില്ല. ഇവിടെ വന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. ഓക്കെ, റെഡി? 1 2 3 ലെറ്റ്സ് ഗോ. ആ
സംഭവം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു 8 മണി 8:30 ആയി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ നമ്മളവിടെ വളരെ സഹനശക്തിയോടുകൂടി എല്ലാവരും അവിടെ ഇരുന്നു. സംഭവം നമ്മളെല്ലാവരും നാട്ടിൻപുറത്തുകാരായതുകൊണ്ട് അവർ ഒരു പാട്ടൊക്കെ പാടിയപ്പോൾ തന്നെ നമ്മളെല്ലാവരും സൈലൻ്റ് ആയിട്ട് ഗാനമേള കാണുന്ന പോലെ ഇരുന്നു. അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി. എന്നാലും ഒരുവിധപ്പെട്ട എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. പിന്നെ രംഗപ്രവേശനം ചെയ്തത് കുട്ടികളായിരുന്നു. അങ്ങനെ DJ-ക്ക് വന്നത് നമ്മുടെ ശ്രീലക്ഷ്മി ആൻഡ് നന്ദനയായിരുന്നു. അപ്പോൾ അവർ വളരെ നല്ല എനർജിയോട് കൂടി തന്നെയാണ് സ്റ്റേജ് കൈകാര്യം ചെയ്തിരുന്നത്. ആദ്യമൊക്കെ കുട്ടികളൊക്കെ വരാൻ കുറച്ചും മടിയുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നല്ല മഴയായതുകൊണ്ട് തറയിലെ ഫുൾ ചെളിയായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം വീഴും എന്നുള്ള പേടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നീട് ബോയ്സ് ഒക്കെ വന്നു. പിന്നെ അങ്ങോട്ട് അവരുടെ ഒരു ടൈമായിരുന്നു. അവർ സ്റ്റേജിലൊക്കെ കയറുന്നു, അവർക്ക് ആ ഡ്രമ്മൊക്കെ അടിക്കാനുള്ള ആ ഒരു സംഭവമൊക്കെ കൊടുത്ത് പിന്നെ അവർ തന്നെ അത് കൈകാര്യം ചെയ്യുന്നു. ശരിക്കും എല്ലാ കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള വളരെ നല്ല ഒരു DJ ആയിരുന്നു. നമ്മൾ നാട്ടിൻപുറത്തുകാരുടെ DJ എന്ന് പറഞ്ഞാലും നമുക്കെല്ലാവർക്കും അതൊരു ഗാനമേള പരുവം തന്നെയാണ്. എന്നിരുന്നാലും കുട്ടികളുടെ എനർജി കാരണം നമ്മളവിടെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിൽ നമ്മൾ ചാടിത്തുള്ളുകയായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമുക്കങ്ങനെ അവിടെ ഇറങ്ങി നിന്ന് കളിക്കാനുള്ള അത്രയും ആ ഒരു എക്സ്ട്രോവേർട്ട് സംഭവം കയറി വരില്ല, കാരണം നമ്മുടെ നാടും കൂടെ ആയതുകൊണ്ട്. പിന്നെ അങ്കിൾസും എല്ലാവരും ഒക്കെ വന്നു, കുറേ പേരൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ ഡാൻസ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ അമ്മമാരൊക്കെ ഇറങ്ങി തുടങ്ങി. ഞാൻ കരുതി അവർ ഡാൻസ് കളിക്കുമെന്ന്, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊരു 9-9:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിന് ശേഷം ബാക്കി എല്ലാവരും ഡാൻസിന് ഇറങ്ങിയോ എന്ന് എനിക്കറിയില്ല. എന്നാലും കാണാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ മേളയ്ക്ക് വന്നവരും എല്ലാവരും ഈ ഒരു DJ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് അവിടെ സൈഡിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് സീറ്റ് മാത്രമേ ഫ്രണ്ടിൽ ഇട്ടിരുന്നുള്ളൂ, അതുകൊണ്ട് അതിനകത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുറത്ത് നിന്ന് അതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സൂപ്പറായിട്ടും അവർ ആ ഒരു സ്റ്റേജ് കൈകാര്യം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ കയറി വന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെളിയോ അല്ലെങ്കിൽ വീഴോ എന്നുള്ള പേടിയൊന്നും ഇല്ല. അങ്ങനെ ഒത്തിരിയും പേർക്കും നല്ല ഒരു ആസ്വാദനത്തിനുള്ള നല്ലൊരു നൈറ്റ് ആയിരുന്നു. വാട്ടർ ഡ്രം അടിച്ച് എല്ലാവരും നനഞ്ഞ് കുളിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവരുടെ എനർജിക്കൊന്നും ഒരു കുറവുമില്ലാതെ നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എൻജോയ് ചെയ്യുന്നത് കണ്ട് നമ്മളും അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇരുന്ന് ആസ്വദിക്കുന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, കാരണം ഒന്നാമത് ചെളിയാണ്. പിന്നെ നാട്ടിൻ പ്രദേശത്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ചും കൂടെയൊക്കെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ വരേണ്ടിയിരിക്കുന്നു. എനിവേ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.